വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ടേപ്പ് ടെയിൽസിൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടേക്കണേ. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ? എൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡയറിയുടെ കവർ പേജിൻ്റെ ലുക്കൊന്ന് മാറ്റാൻ പോവാണ്. ഇനി എന്തിനാണ് ആ ലുക്ക് മാറ്റുന്നതെന്ന് അറിയുമോ? ഇതിൻ്റെ കവർ പേജിൻ്റെ സർഫസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ തരിതരാന്നുള്ളൊരു റഫ് സർഫസ് ആയിരുന്നു. അപ്പോൾ അതിൽ തൊടുമ്പം എൻ്റെ പല്ലിങ്ങനെ ഈ പുളിച്ചു വരും. ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഇത് പല്ലിങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ ഈ പണ്ട് ക്ലാസ് റൂമിൽ നമ്മുടെ ബ്ലാക്ക് ബോർഡ് പേപ്പർ കൊണ്ട് മായ്ക്കുമ്പോൾ ഒരു ഫീലിംഗ് വരത്തില്ലേ, അതേ ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വരാറുണ്ടോ? എന്നാണല്ലോ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കവർ പേജ് ഇളക്കി കളഞ്ഞായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ഡയറി ഇങ്ങനെ കവർ പേജ് ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടല്ലോ, ഈ ഡയറി ഇങ്ങനെ ഡ്രസ്സ് ഇടാതിരിക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെന്തെങ്കിലും ഒരു പുതിയ കവർ പേജ് കൊടുക്കാമെന്ന്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്ക് എംബ്രോയ്ഡറി എന്നുള്ള ഒരു തോട്ട് വരുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് പഴയ ത്രെഡും ഇരിപ്പുണ്ടായിരുന്നു. ഈ റെഡും പീച്ചും ഗ്രീനും ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതൊരു ഫ്ലോറൽ ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇളക്കി കളഞ്ഞ കവർ പേജ് ഉണ്ടല്ലോ, അത് തിരിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ A4 സൈസ് പേപ്പർ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ എംബ്രോയ്ഡറി ചെയ്തെടുത്ത ക്ലോത്ത് ഉണ്ടല്ലോ, അതും കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. അതിന് ശേഷം എൻ്റെ കയ്യിലൊരു ലേസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പണ്ട് ഏതോ ഒരു ഡ്രസ്സിന് എന്തോ വെക്കാൻ മേടിച്ച് ലേസാന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കി വന്ന ലേസാണ്. അപ്പോൾ അതും കൂടി ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഡയറിയുടെ പുതിയൊരു കവർ പേജ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.